ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിരവധി ധാരണകളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ പ്രിയമുള്ള ഡെന്നിസ് ജോയ് സാറിന് ഞാൻ ആലപ്പുഴയിൽ നിന്നും എഴുതുന്ന കത്താണിത്. ഇവിടെ 40 സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ചൊരു പ്ലാൻ വരച്ചു. ഇതിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്? ഈ സ്ഥലത്തിനോ പ്ലാനിലോ എന്തെങ്കിലും ദോഷമുണ്ടോ? സാറിൻ്റെ അഭിപ്രായം അറിഞ്ഞ ശേഷമേ ഞങ്ങളെല്ലാം തീരുമാനിക്കൂ. ദയവായി മറുപടി തരണമെന്ന് വിനായകൻ. അപ്പോൾ ഈ ഒരു വസ്തു എടുക്കുമ്പം ഇത് ശരിക്കും ഒരു എൽ ഷേപ്പിലുള്ള വസ്തുവായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഈ എൽ ഷേപ്പിലുള്ള ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വസ്തു എടുക്കുമ്പോൾ നമുക്കതിനകത്ത് ആരോഗ്യത്തിൻ്റെ പോർഷൻ ഉണ്ടാവാം, വിദ്യാഭ്യാസത്തിൻ്റെ പോർഷൻ ഉണ്ട്, തൊഴിലുണ്ട്, ഇങ്ങനെ ഒരു 8 പോർഷനായിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ദാമ്പത്യത്തിൻ്റെ ഭാഗം മിസ്സിങ് കോർണറായിട്ടാണ് കാണുന്നത്. അപ്പം ഈ എൽ ഷേപ്പിലായിട്ട് വന്നിരിക്കുന്ന എൽ വരുന്ന ഭാഗം ഇവരൊരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഒരു ചതുരമോ സമേതരമോ ആക്കിയ ശേഷം അതിനകത്ത് വീട് പണി തുടങ്ങുവാണെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ഇതിനകത്ത് ദാമ്പത്യത്തിൻ്റെ ഭാഗമാണ് ഞാൻ കട്ടായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു വീട്ടിൽ നമ്മളൊരു വീടൊക്കെ പണിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്ലോട്ടിൽ നമ്മൾ വീട് പണിയെ താമസിച്ചാൽ ഒരിക്കലും ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പോൾ ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല. ചിലപ്പം ഭർത്താവ് ചിലപ്പോൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ മാത്രമേ നടൂ. ഒരിക്കലും ഇവർക്ക് ഒന്നിച്ചുള്ളൊരു ലൈഫ് ഉണ്ടാവില്ല. ചിലപ്പം ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഇതിലാർക്കെങ്കിലും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലുമാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു പറമ്പിനെ നമ്മൾ എടുക്കുമ്പോൾ ഈ പറമ്പിൻ്റെ മധ്യം മുതൽ 9 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഇതിൽ പിശാചി വീതിയും കാലവീതിയും നാഗവീതിയും അഗ്നിവീതിയും ഒഴിച്ച് വീട് വെക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കുക. അതുപോലെ ചുറ്റളവ് 150 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അത് 81 കോലിൽ വരും. 16 വിരലാണ്, തിരുവാതിര നക്ഷത്രമാണ്, യൗവനമാണ്, ഉത്തമമായിട്ടുള്ള കണക്കിലാണ്. അത് വൃഷയോനിയിൽ വരികയും ചെയ്യും. മറ്റു ദോഷങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. അതുപോലെ മെയിൻ ഡോറ് ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ അത് കിഴക്കോടൊക്കെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ വീടിനകത്ത് സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്നതിന് കാരണമായി തീരും. അതുപോലെ നോർത്ത് ഈസ്റ്റിലായിട്ട് ഇതിൻ്റെ ഡോർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹെൽത്ത് വൈസ് ആയാലും പ്രശസ്തിയാണെന്നുണ്ടെങ്കിലും നല്ല സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതിന് അത് കാരണമാവും. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് തള്ളി കൊടുത്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ ഉണ്ട്. കാരണം തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ നമ്മൾ തള്ളി കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല മിസ്സിങ് ആയിട്ട് പോകും. അതായത് കന്നിമൂല ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ആ ഒരു വർക്ക് ഏരിയ ഇപ്പോൾ ഇവർ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റി വീടിനകത്ത് തന്നെ ഒരു വർക്ക് ഏരിയ കിച്ചണോട് ചേർന്ന് ഇവർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് ഐശ്വര്യമാണ്. കാരണം വെളിയിലോട്ട് തള്ളി വർക്ക് ഏരിയ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവർക്ക് അങ്ങനെ ഒരു വർക്ക് ഏരിയ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് മൂലയും വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയും മതിലിൻ്റെ തെക്ക് കിഴക്ക് മൂലയും തമ്മിലൊരു വര വരച്ചാൽ ആ മുറിയാത്ത രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ കൊടുക്കാം. പക്ഷേ വീടിലോട്ട് മുട്ടാൻ പാടില്ല. അതുപോലെ ബ്രഹ്മസ്ഥാനത്തായിട്ട് ഒരു ഭിത്തി കാണുന്നുണ്ട്. അവിടെ ഒരു വാഷ് ബേസും ആർച്ചും എല്ലാം കൂടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വാഷ് ബേസിനെല്ലാം അവിടുന്ന് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റണം. കാരണം വെച്ചാൽ ബ്രഹ്മസ്ഥാനത്ത് നമ്മളൊരു ബെഡ്റൂമോ അല്ലെങ്കിൽ വാഷ് ബേസിനോ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒന്നും നമ്മൾ സാധാരണ അവിടെ ചെയ്യാറില്ല. അത് മലിനമായിട്ടുള്ള ജലമാണ് വാഷ് ബേസിൽ നിന്ന് നമ്മൾ പോകുന്നത്. അപ്പം വാഷ് ബേസിന് അവിടുന്ന് മാറ്റി സ്ഥാപിക്കുക. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് ഒരു 35 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് ബാല്യത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ബെഡ്റൂമിൻ്റെ സൈസ് കൂട്ടിയെടുക്കുക. അതുപോലെ സൗത്തിൽ യമസൂത്രം തട്ടിയാണ് ഇപ്പോൾ ടോയ്ലറ്റ് നിൽക്കുന്നത്. കാരണം ഈ യമസൂത്രം തട്ടി ടോയ്ലറ്റ് വരുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഒന്നുകിൽ ടോയ്ലറ്റിൻ്റെ ഹൈറ്റ് കുറച്ച് കൊടുക്കുക. ബാക്കി ഭാഗം ഒരു ബ്ലാങ്ക് ആയിട്ട് അവിടെ വേണമെങ്കിൽ ഇവർക്കൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുക. ആ ഭാഗത്ത് യമസൂത്രം ഓപ്പൺ ചെയ്യത്തക്കോണം ചെറിയ ഹോളുകളോ എല്ലാം കൊടുത്താൽ അതുകൊണ്ടുള്ള ദോഷം മാറിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സൗത്ത് ഭാഗത്തു നിന്ന് യമസൂത്രം മുട്ടാത്ത രീതിയിൽ ടോയ്ലറ്റ് പ്ലാൻ ചെയ്യുക. അതുപോലെ നോർത്ത് ഈസ്റ്റിലുള്ള കാർ പോർച്ച് ഈസ്റ്റ് ഭാഗത്തേക്ക് ആറ്റിയെടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഉത്തമമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവർക്ക് കാർ പോർച്ച് കൊടുക്കണം നിർബന്ധമാണെങ്കിൽ ഈ കാർ പോർച്ചിന് ബേസിക് ഫൗണ്ടേഷൻ കൂടി കൂട്ടിയെടുത്ത ശേഷം മാത്രമേ കാർ പോർച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഇദ്ദേഹത്തിന് ഇപ്പം വ്യാഴദശയിൽ രാഹുവിൻ്റെ അപകാരമാണ്. വ്യാഴപ്രീതി വരുത്തണം, നാഗപ്രീതി വരുത്തണം. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. വീട് പണി ഇവർക്ക് തുടങ്ങുന്നതിന് വലിയ തടസ്സങ്ങളും ഞാൻ കാണുന്നില്ല. എത്രയും പെട്ടെന്ന് വീട് പണിയാൻ തുടങ്ങുക. അതുപോലെ ഈ ഒരു പ്ലാൻ ഇവർ കറക്റ്റ് ചെയ്ത ശേഷം വീണ്ടും എനിക്ക് അയച്ചു തരിക. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന തിരുത്തുകൾ മാറ്റിയെടുക്കുക. അതുപോലെ ചുറ്റളവ് ഒരു 2 കോലോ അല്ലെങ്കിൽ 150 സെൻറ്റിമീറ്റർ എങ്കിലും കൂട്ടിയെടുക്കുക. ഇപ്പം ആരാധനാലയങ്ങളുടെ എതിർവശത്ത് വ്യാപാര സ്ഥാപനങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അത്തരം ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്? വ്യാപാര സ്ഥാപനങ്ങളാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നത്. നമ്മളെ ഒരു വ്യാപാര സ്ഥാപനം ഇപ്പോൾ ആരാധനാലയത്തിൻ്റെ അടുത്ത് നമ്മളൊരു വ്യാപാര സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ പലപ്പോഴും റെൻ്റായിട്ടുള്ള കടയായിരിക്കാം പലപ്പോഴും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ വാസ്തു വെച്ചിട്ട് നമുക്കതിനകത്ത് ചേഞ്ചസുകളൊന്നും വരുത്താൻ പറ്റില്ല. ഇപ്പോൾ വീടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അളവുകളോ അല്ലെങ്കിൽ അതിൻ്റെ
ഹൈറ്റുകളും ഒക്കെ നമുക്ക് ചിലപ്പം കുറയ്ക്കുകയോ കൂട്ടുകയോ അല്ലെങ്കിൽ ഒഴിവ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ നിലവിലുള്ളൊരു കടയായതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനകത്ത് വേറെ ഒന്നും നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള തൊഴിലിൻ്റെ പോർഷൻ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ കൗണ്ടറിൻ്റെ സ്ഥാനം, ദർശനം, അതുപോലെ ഇതിൻ്റെ അകത്ത് കടയുടെ ഉടമസ്ഥൻ ഫേസ് ചെയ്യേണ്ട ദിക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ കുറേയൊക്കെ ദോഷഫലങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം വെച്ചാൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തൊഴിൽ ഭാഗങ്ങൾ നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ വാസ്തു ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളൊന്നും വെച്ചിട്ട് നമുക്ക് ആരാധനാലയങ്ങളാണെങ്കിൽ നമുക്ക് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വെക്കാതിരിക്കുന്നതാണെന്നാൽ അങ്ങനെ വെച്ചാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതിനകത്ത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ പഞ്ചഭൂതങ്ങളെ നമുക്ക് ഓരോ ദിക്കിലും വെച്ചിട്ട് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഏത് ആരാധനാലയമാണോ അടുത്തുള്ളത് അവരുടെ പ്രീതി വരുത്തി പ്രാർത്ഥിക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പം അത്യാവശ്യം ഇവർക്ക് നല്ല ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. രണ്ട്, നമ്മുടെ കൗണ്ടർ, കാരണം ഓരോ ആൾക്കാർക്കും ഒരു ഭാഗ്യദിശ ഉണ്ടാവും. ഇപ്പോൾ വാസ്തുവിനെ സംബന്ധിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ ചില ആൾക്കാരുടെ ജാതകം എടുക്കുമ്പോൾ അത് ഈസ്റ്റ് ഫേസിങ് ആയിരിക്കും അവർക്ക് നല്ലത്, ചില ആൾക്കാരുടെ ജാതകം വെസ്റ്റ് ഫേസിങ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ആസ്ട്രോളജി ചെയ്യുമ്പോൾ ചിലപ്പോൾ മുന്നാളെന്ന് പറയില്ലേ, ചില ആൾക്കാരുടെ ജാതകം എടുക്കുമ്പോൾ ഒരു മുന്നാളായിരിക്കും എന്ന് പറഞ്ഞ പോലെ വാസ്തുവിലെ മുന്നാളാണ് ഈസ്റ്റ് ഗ്രൂപ്പും വെസ്റ്റ് ഗ്രൂപ്പും കൂടി കല്യാണം കഴിച്ചാൽ. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ പോകുന്ന പല വീടുകളിലും നമ്മൾ കാണുന്നതാണ്. കാരണം വെച്ചാൽ ഒരിക്കലും ഈസ്റ്റ് ഗ്രൂപ്പും വെസ്റ്റ് ഗ്രൂപ്പും കൂടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു ഒത്തൊരുമ കാണില്ല. കാരണം വെച്ചാൽ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇവർക്കൊരു രണ്ടഭിപ്രായം എന്തായാലും ഉണ്ടാവും. പക്ഷേ വഴക്കും വഴക്കുകളൊന്നും കാണില്ല, സുഖമായിട്ടൊക്കെ പോകുന്നുണ്ടാവും. പക്ഷേ ഒരേ രീതിയിലുള്ള ഒരു അഭിപ്രായം അവർക്കുണ്ടാവില്ല. പക്ഷേ ഈസ്റ്റ് ഗ്രൂപ്പും വെസ്റ്റ് ഗ്രൂപ്പും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പം വെസ്റ്റ് ഗ്രൂപ്പുകാരാണ് ഇപ്പോൾ ആ ഒരു കട എടുക്കുന്നതെങ്കിൽ അവർക്ക് ഈ കടയുടെ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് ഭാഗത്തോട്ടായിരിക്കണം. അപ്പോൾ ഇവർക്ക് വെസ്റ്റ് ഭാഗത്തായിട്ട് ഇവരുടെ ലക്കി കളറുകളൊക്കെ ഇവർക്ക് ആ ഭിത്തിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ കൗണ്ടറിൻ്റെ ഇപ്പം ഇൻറ്റീരിയൽ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ നല്ല കളറുകൾ, അവരുടെ ലക്കി കളറുകളൊക്കെ നമുക്കവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, ഈസ്റ്റ് ഗ്രൂപ്പുകാരാണെങ്കിൽ അവർക്ക് എങ്ങോട്ടാണോ അവർക്ക് ഫേസ് ചെയ്യുന്നത് കൂടുതൽ ലക്ക്, ആ ഒരു ഭാഗത്തോട്ട് ഫേസ് ചെയ്യുകയും അവരുടെ ലക്കി കളറുകൾ അവരുടെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ കബോർഡിലോ അല്ലെങ്കിൽ അവിടുത്തെ ഭിത്തിയിലോ ഓരോ ഭാഗത്തും അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഏറ്റവും ഉപരി ഇവരുടെ തൊഴിലിൻ്റെ പോർഷൻ നമുക്ക് എനർജൈസ് ചെയ്തെടുത്താൽ കൂടുതൽ ബിസിനസ് കിട്ടുകയും ചെയ്യും. പിന്നെ ആരാധനാലയത്തിൽ ഏതാണോ അതിൻ്റെ പ്രീതി വരുത്തുകയും അവിടെ അനുഗ്രഹം വാങ്ങിക്കുകയും കൂടി ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.